ഇനീഷ്യൽ നമ്മൾ ഇൻ്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് എന്താ പറയുക, അതിൻ്റെ വേഗത പോരാന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അത് വേഗത കുറവായിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ ഒരു പൊതുബോധ്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നി. അതായത് ഈ സിനിമ മോശമാണെന്ന് ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞു. അപ്പോൾ അത് ഒരു പൊതു അഭിപ്രായമാണെന്ന തരത്തിലേക്ക് മാറുന്നതായിട്ട് തോന്നി. അത് ലിജോയ്ക്ക് എന്താ തോന്നിയത്? അല്ല, ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തിൻ്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ. നമ്മുടെ കാഴ്ച മാത്രമാണ്. അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചിയാവരുത്, നമ്മുടെ രുചി മാത്രമാണ്. കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണത്. മറ്റൊരുത്തിൻ്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എൻ്റർടൈൻമെൻ്റായി മാറരുത്. അപ്പോൾ അങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ പ്രതികരിക്കുന്നതും മറ്റുള്ളവർ പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രമാവും നമ്മുടെ കാഴ്ചയ്ക്ക് അടിസ്ഥാനം. അപ്പോൾ ഒരിക്കലും അതാവരുത്. നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഒപ്പീനിയൻ ഉണ്ട്. ഇപ്പം ചിത്രം കണ്ടപ്പം എനിക്ക് ബേസിക്കലി നല്ലോണം വർക്കായ ഒരു സംഗതിയാണ്. രണ്ടാമത് ഇതെന്ന് പറയുന്നത് റിപ്പീറ്റ് വാച്ചില് ചിത്രം ഇച്ചിരിയും കൂടെ ആസ്വാദനം നൽകുമെന്ന് എനിക്ക് കണ്ടപ്പം പിന്നെ കാണുമ്പോൾ പിന്നെ ഒരു അർത്ഥം കൂടെ കിട്ടുന്ന തരത്തിൽ തോന്നിയിരുന്നു. ഇപ്പോഴും ലിജോയുടെ മനസ്സിൽ നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് തന്നെയാണോ? അതിൽ ചെറിയ വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച്, സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നുള്ളതാണ്. അത്രയുണ്ട്. അതായത് ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം വലിയ തരത്തിലുള്ള റിവ്യൂകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള റിവ്യൂ അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ആസൂത്രിതമാണെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറ് പോലുമില്ല. ഞാൻ പറയുന്നത് റിവ്യൂസ് അത് കൂടുതൽ സ്റ്റാർസ് എന്നതുകൊണ്ട് ആ സ്റ്റാർസ് ഷർട്ടി തുന്നി നടക്കുകയോ കുറവ് സ്റ്റാർസ് ഒന്നുകൊണ്ട് അതൊക്കെ കൂട്ടി വെച്ച് എണ്ണ എടുക്കുകയോ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഓരോരുത്തരും അവരവർ നമ്മുടെ മോഹൻലാൽ മലയാളത്തിൻ്റെ സിനിമ അതിനെ കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ രാവിലെ നെഗറ്റീവ് റീസൺ ഉച്ച കഴിഞ്ഞപ്പോൾ മാറി, പിന്നീട് അത് അല്പം സെറ്റിൽ ഡൗൺ ആയി. കുറച്ചും കൂടി സീരിയസ് ആയിട്ട് സിനിമ സമീപിക്കുന്ന ആളുകൾ സിനിമ വന്നതായിട്ട് തോന്നിക്കുന്നത്. കാരണം അത്തരത്തിൽ അഭിപ്രായം പറയും. അതെങ്ങനെയാണ്? അല്ല, ഞാൻ പറയുന്നത് ഇത് രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് എപ്പോഴും സത്യമാണെന്നില്ല. അത് രാവിലെ 6 മണിക്കും 6:30ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും. നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമൻസും ഇതെല്ലാം. അതായത് സോഷ്യൽ മീഡിയ ഒരു വാർ ഗ്രൗണ്ടായി മാറാണ്. വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഹേറ്റ്, ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത്, എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കത് ഡിപ്പെൻഡൻ്റ് ഓൺ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ അവകാശപ്പെടുന്നു. അത് നമ്മൾ 1.5 വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ച് പേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം. തുടക്കം മുതൽ തന്നെ ഒരു ക്ലാസ് മൂവി എന്ന് തന്നെയാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത്. അതിനൊരു മാറ്റമില്ല, ക്ലാസ് മൂവിയാണ് എന്ന് പറയുന്നത്. പക്ഷെ ഫാമിലിയിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇപ്പോൾ നമുക്ക്, ഫാമിലി അങ്ങ് ഏറ്റെടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് പൊതുവെ എനിക്ക് തോന്നി. ഞങ്ങൾ 2-3 തിയേറ്ററിൽ അത് കഴിഞ്ഞു പോയി. അപ്പൊ അതെങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറഞ്ഞത്, അതായത് ഈ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മൂമ്മമാർ ഇരുന്നിട്ട് ഞങ്ങൾ ചുറ്റും ഇരുന്ന് കഥ കേൾക്കുന്ന ഒരു അനുഭവമുണ്ട് എനിക്ക്. അപ്പം അത്തരത്തിലൊരു അനുഭവം ഇല്ലാത്ത ഒരു ജനറേഷനിൽ കൂടെയാണ് ഇനി വരുന്ന ജനറേഷൻസ് ഒരിക്കലും അത്തരത്തിലുള്ളൊരു അനുഭവം കിട്ടാൻ പോകുന്ന ആളുകളല്ല. അപ്പം അന്നത്തെ കഥകൾക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ ഉണ്ടാവുന്ന അതിമാനുഷികരായിട്ടുള്ള ഹീറോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എന്താണ് ഭൂതങ്ങളുടെ കഥ,
നിധിയുടെ കഥ, കള്ളന്മാരുടെ കഥ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കഥകൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു അനുഭവം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു അത്തരം ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഞാൻ കൊടുത്തൊരു ട്രിബ്യൂട്ട് പോലൊരു സിനിമയാണത്. അപ്പോൾ ആ കഥ കേൾക്കുന്ന ഒരു സുഖം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് കഴിയും. അപ്പോൾ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇതൊരു അബദ്ധമല്ല. ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് സിനിമ എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ ചിന്തകളും വേറിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ട്രെയിലറിലൂടെ ആണെങ്കിലും ടീസറിലൂടെ ആണെങ്കിലും പടത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഓരോരുത്തരുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പടത്തിന്റെ ക്രൂവിലുള്ള ഒരാൾ പറയുകയാണ് ലാലേട്ടന്റെ ഇൻട്രോ സീനിൽ തിയേറ്റർ കുലുങ്ങും എന്ന് പറയുന്നത്. അത് ഒരാളുടെ ഒരു വ്യക്തിയുടെ ഒരു അഭിപ്രായമായിട്ട് കാണാൻ നമുക്ക് പറ്റില്ല. കാരണം അത് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളുടെ അഭിപ്രായമായിട്ടാണ്. അത് പടത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇത് നമ്മൾ ഓരോരുത്തരും അഭിപ്രായം പറയുന്ന പോലെയാണ്. എൻ്റെ കാഴ്ച എന്ന് പറയുന്നത്, ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് വേറെ ആളുടെ അടുത്തത് വാക്കുകളിലൂടെ വിവരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് വിഷ്വൽസിലൂടെ പകരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ടിനുവിനെ സംബന്ധിച്ച് ടിനു ഫിലിം മേക്കറെന്നും എൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊരാൾ ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. അതിപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിക്കും. പക്ഷെ അത് ടിനുവിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ. അത് ഗുണം ഇതൊക്കെ നമ്മളൊരു ലിറ്ററൽ മീനിങ്ങിൽ ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും? അതായത് നോ പ്ലാൻസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഷർട്ട് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലതും ചെയ്യാൻ പറ്റും എനിക്ക്. അപ്പോൾ അതുപോലെ ഒരു വളരെ സിമ്പിളായിട്ടൊരു ഒപ്പീനിയൻ മേക്കിംഗ് ആണ് അത്. അതിൻ്റെ ലെവലിൽ എടുത്താൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിൽ അത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റുകൾ ഉറപ്പായിട്ടും ആ സിനിമയ്ക്കകത്തുണ്ട്. ഫാൻസിന്റെ ഒരു പ്രശ്നം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. ഫാൻസ് എന്നുള്ള സിനിമ കഴിഞ്ഞിറങ്ങുന്നില്ല, അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ലാലേട്ടനെ എത്തിക്കാൻ LJPക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. നമ്മൾ തുടക്കം തൊട്ട് ഇപ്പൊ തന്നെ തുടക്കത്തിൽ പോലെ അതങ്ങനെയല്ല, സ്ലോയിൽ പോകേണ്ട ഒരു സിനിമയാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ യാത്ര എന്ന് പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്ന ഒരു മാസ് കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നു. നമ്മൾ തുടക്കത്തിൽ പറയുന്നത് അവർ വേറെ രീതിക്ക് കാണുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇത് ഒരാളെയും ഇവിടെ ഇരുന്ന് കുറ്റം പറയാൻ വേണ്ടി ഉള്ളൊരു പ്രസ് മീറ്റല്ലോ. പക്ഷെ ഞാൻ പറയുന്നു, നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല. നമ്മൾ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമർചിത്ര കഥാ സ്വഭാവമുള്ള എപ്പിസോഡിലായിട്ടുള്ള ഇവന്റ്സ് ഉള്ള ഒരു യോദ്ധാവിന്റെ യാത്ര ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കഥയുടെ നരേറ്റീവില് യോദ്ധാവിനൊപ്പം നമ്മൾ ഇടവഴിയിൽ നിന്ന് കയറാണ്. ഇടവഴിയിൽ നിന്ന് കയറിയും ഓരോ ഇൻസിഡൻസിലും ഉള്ളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അയാൾ പരിചയപ്പെടുന്നതോടൊപ്പമാണ് ഓഡിയൻസ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത് ഒരു വളരെ സിമ്പിൾ ലൈനിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു സ്പേസ് മാത്രമാണ്. അപ്പൊ എന്താണ്, അയാള് ജയിച്ച് അയാളുടെ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ബേസിക്കലി എന്താണ് ബീറ്റ് ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനാണ്. ബേസിക്കലി അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈനാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഇവന്റിനെ എന്താ പറയാ, ഒരു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാർഡ് കോർ 100 പോകുന്ന ഒരു എഞ്ചിൻ വെച്ച് നമ്മൾ ഓടിക്കാൻ നോക്കരുത്. നമ്മുടെ ഇവിടെ അംബാസഡറും എൻഫീൽഡും പോലെ പതുക്കെ ചൂട് പിടിച്ചാൽ നല്ല വേഗതയിൽ ഓടുന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ ഉള്ളത്. അപ്പോൾ അതില് ആദ്യം 20-30 മിനിറ്റ് സിനിമയിൽ എടുത്തിട്ടുള്ളത് ആ വേൾഡ് ആ ഓഡിയൻസിന് പരിചയപ്പെടുത്താനായിട്ടാണ്. കാരണം അത് പരിചയം ആയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കൂടുതലുള്ള പോക്ക്. അപ്പൊ അതോടൊപ്പം സിനിമയുടെ വേഗതയും കൂടുന്നുണ്ട്. അപ്പൊ അതല്ലാതെ നമ്മള് എന്താണ്, പടം തുടങ്ങുന്നത് മുതൽ എൻഡ് വരെ നമ്മൾ ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമയല്ല, ഒരിക്കലും അല്ല. അത് ലാലേട്ടനും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ആയിട്ടാണ് ഞാൻ കേട്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ അങ്ങനെ തന്നെയാണ് മനസ്സിലുള്ളത്. ഒരു പക്ഷേ മറ്റൊരു ഇൻഡസ്ട്രി ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഇവിടെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പലപ്പോഴും പല സിനിമ ഇറങ്ങുമ്പോൾ അത് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയെ എങ്ങനെ ബാധിക്കുന്ന വരുന്നത്? സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥയല്ല, അതായത് മനുഷ്യരെന്നുള്ള നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അത് ഇത്രയും വൈരാഗ്യത്തോടു കൂടി നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. രാവിലെ തുറന്ന നമ്മൾ അത്രയും ഹെയ്റ്റ് ആണ് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നത്. അതിന് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സമൂഹത്തിൽ. അതായത് ഇപ്പൊ ഞാൻ പറയുന്നു, ഈ ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു തകർക്കണ ഹീറോ അല്ല നമുക്ക് വേണ്ടത്. ഒരു തർക്കമില്ല അതിനകത്ത്.
അതായത് എത്ര പേരെ കൊന്നു എന്ന് കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു വീഴ്ത്തിയും അതിന് ഇടയിൽ കൂടെ ബ്ലഡിനകത്ത് കൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം അത് ഈ ചിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങി എല്ലാത്തിലും പലതരത്തിലുള്ള ചിറ്റിക. അപ്പം അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹേറ്റഡ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോൾ, എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ. പോസ്റ്റ് കൊറോണ നമ്മളെല്ലാവരും ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹമാണ്. അതായത് ഇന്ത്യ വേൾഡ് എന്നുള്ള നിലയിൽ ഇപ്പോൾ കേരളം എന്നുള്ള നിലയിൽ നമ്മൾ അത്രയും വലിയൊരു പ്രളയം കടന്നു പോകുന്ന ആളുകളാണ്. അത് കഴിഞ്ഞ് കൊറോണ പോലെ ഇത്രയും വലിയ ഒരു ഇവന്റ് കഴിഞ്ഞ് വന്ന ആളുകൾ എന്തിനാണ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നിസ്സാരമായി മനസ്സിലായ കാര്യം മാത്രമാണല്ലോ. അതായത് നമുക്ക് ആകെ വേണ്ടത് ജസ്റ്റ് കുറച്ച് ഭക്ഷണവും കിടന്നുറങ്ങുന്ന ഒരു സ്ഥലവും മാത്രം മതി എന്ന് മനസ്സിലായ ആളുകളാണ് നമ്മൾ. എന്നിട്ടും ഇതിന് മാത്രം വൈരാഗ്യവും വിദ്വേഷവും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു തരത്തിലും എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഈ LJP ഫിലിംസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രേക്ഷകരുണ്ടല്ലോ, അവര് ഇന്നിപ്പം ഇതിന്റെ ഒരു നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു ഫാൻ ഫൈറ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്തിനാണ് ഒരു ഫാൻ ഫൈറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്, അത് മറ്റൊരുത്തന്റെ വാക്ക് എന്തിന് നമ്മൾ അടിസ്ഥാനമാക്കണം നമ്മുടെ സിനിമാ സ്വാതന്ത്ര്യത്തിന്? 10 സിനിമ മാത്രം പ്രായമുള്ള ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ സിനിമ കാഴ്ചയിൽ എൻ്റെ സിനിമ അനുഭവത്തിൽ നിന്നും മൊത്തം ഒരു കൂട്ടിവെച്ച ഒരു സിനിമയാണ് 10ാമത് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തേക്ക് പോകുമ്പോൾ ഇതിൽ നിന്നുള്ള അനുഭവം കൂടി കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ ഏറ്റവും വിശ്വസിച്ച് തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ എൻറ്റയർ ടീം ഇതിനുവേണ്ടി അത്രയ്ക്കധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും മലയാളിക്ക് ഒരു മോശം സിനിമ സമ്മാനിക്കാനല്ല, അത് തിയേറ്ററിൽ കാണുന്നത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 28 ദിവസമേ ഉള്ളൂ നമുക്ക് അത് തിയേറ്ററിൽ കാണാൻ. അല്ലെങ്കിൽ പിന്നെ അത് 10-20 വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും അത് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് അത് തിയേറ്ററിൽ കാണാൻ ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ ഈ 28 ദിവസം നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ് LJP ഒക്കെ പോട്ടെ, ലിജോ ജോസ് പെല്ലിശ്ശേരി, ലിജോ എന്നുള്ളൊരു സംവിധായകനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ വാക്ക് വിശ്വസിക്കണം. സിനിമ കാണണം നിങ്ങൾ തിയേറ്ററിൽ തന്നെ. കൊറോണയ്ക്ക് ശേഷം മലയാളി ഓഡിയൻസിന്റെ ആസ്വാദന മികവ് വളരെയധികം വർദ്ധിച്ചു എന്ന് പലരും പറയുന്നുണ്ട് ഈ ലോക സിനിമകൾ കാണാൻ തുടങ്ങിയ ശേഷം. പക്ഷേ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ ഇപ്പോഴും മനസ്സിലാക്കാൻ മലയാളി സാധാരണ ഓഡിയൻസിന് അറിയുന്നില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ പറയുന്നത് ഇതൊരു പ്രത്യേക തരം ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമയല്ല. എൻ്റെ കാഴ്ചയാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അത് ഇന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി, മറ്റേ ആൾ കാണണ്ട എന്നൊന്നുമില്ല അതിനകത്ത്. ഇപ്പൊ അങ്ങനെ എലിവേറ്റഡ് ആണ് എൻ്റെ കാഴ്ച എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അത്. ചില സമയം നമ്മൾ അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ലൈറ്റർ ആക്കാറുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും നിസ്സാരമായ ആൾക്കാർക്ക് ഏറ്റവും നിസ്സാരം ആയിട്ട് മനസ്സിലാവുന്ന ഒരു ലൈൻ മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ. ഈ സിനിമ ഞാൻ പറയുന്നത് ഇതിന് മുൻപോട്ടും പുറകോട്ടും ഒക്കെ സഞ്ചരിക്കേണ്ട തരത്തിൽ വലിയൊരു സ്പേസ് ആണ്. അപ്പൊ അത് മുഴുവൻ റിവീൽ ചെയ്യാനോ ഉള്ള സമയം ഈ സിനിമയ്ക്കകത്തില്ല. അത് എന്താണ് അതിന്റെ എക്സ്റ്റൻഷൻ കൊണ്ടുവന്ന് ഇതിലേക്ക് തള്ളിക്കയറ്റാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് അങ്ങനെ ഒരു സിനിമ എടുത്തു വെച്ചിട്ട് ഓക്കെ ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അനൗൺസ് ചെയ്തതല്ല. പക്ഷെ ഈ സിനിമയ്ക്ക് മുന്നോട്ടും പുറകോട്ടും സഞ്ചരിച്ചാലാണ് അതിന്റെ വേൾഡ് കൃത്യമാവുള്ളൂ എന്നുള്ള ധാരണയെന്നാണ് അങ്ങനെ സിനിമയെ കൊണ്ട് ക്ലോസ് ചെയ്യിച്ചിരിക്കുന്നത്. അപ്പോൾ പല കഥാപാത്രങ്ങൾക്കും പൂർണ്ണതയില്ലാതെ തോന്നുന്നത് അത് ഇനിയുള്ള എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ അപ്പോഴും ഇതിനെല്ലാം ആധാരം ഈ സിനിമ കൃത്യമായിട്ട് തിയേറ്ററിലും മറ്റിടങ്ങളിലും വളരെ കൃത്യമായിട്ട് വർക്കാവുക, ഇതിന് പുറകിൽ നിന്നിരിക്കുന്ന നമ്മുടെ പ്രൊഡക്ഷൻ, ഇപ്പോൾ ഷിബു ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്, കൊച്ചുമഞ്ചായൻ്റെ സെഞ്ചുറി ഫിലിംസ്, മാക്സ് ലാബ്, അപ്പോൾ നമ്മുടെ തന്നെ കമ്പനി ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതായത് അവരെല്ലാം അത്രയും സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ഈ പ്രൊഡക്ഷന് നിന്നിട്ടുണ്ട്. കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു. അതിനകത്ത് നമ്മൾ വച്ചിരിക്കുന്ന ഓരോ എലമെൻറ്റും അത് ഏത് ഇൻഡസ്ട്രീനോടും നമുക്ക്
കമ്പയർ ചെയ്യാവുന്ന തരത്തിൽ ഉള്ള ടെക്നിക്കൽ ക്ലെൻലിനെസ് അതിന് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പറയുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ് പാർട്ട് എന്ന നിലയിലേക്ക് സിനിമ കൊണ്ട് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇപ്പൊ ചേട്ടൻ പറയും ചെയ്തു ചില സ്ഥലങ്ങളിൽ കണക്ട് ഇല്ലാതെ പോകുന്നു, അതിന് വേണ്ടിയാതെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആള് പ്രേക്ഷകർക്ക് തോന്നി എന്ന് കൃത്യമായിട്ട് അല്ലല്ല, അതല്ല. അതായത് ഇപ്പോൾ അവസാനം സിനിമ കൊണ്ട് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ അയ്യനാറുടെ കഥാപാത്രം അവസാനിക്കുന്നില്ല, പക്ഷെ അതിനാ തുടർച്ച ഫീൽ ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിൽ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അതല്ലാതെ ഇത് പൂർണ്ണമല്ലാന്ന് ഉള്ള ഇതിൽ നിന്നല്ല. അത് ആൾക്കാർക്ക് ആ രണ്ടാം ചാപ്റ്ററിലേക്കുള്ള മുന്നോട്ട് പോക്ക് കൃത്യമായിട്ട് കിട്ടാൻ തന്നെയാണ്. ഇപ്പം ഇതെല്ലാം ഈ എന്താ പറയുക, ഇത് ഒരു സിനിമയുടെ എന്താണ് റിസൾട്ട് തന്നെയാണ് അതിലേക്ക് ലീഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മൾ ആക്ച്വലി ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇതിൻ്റെ എക്സ്റ്റൻഷനും ഇതിൻ്റെ എന്താണ് ഒരു പ്രീ എപ്പിസോഡ് അല്ലെങ്കിൽ പ്രീ ആൻഡ് പോസ്റ്റ് എപ്പിസോഡ്സ് എന്നൊക്കെ പറയുന്നത് അത്രയും എക്സ്റ്റെൻസീവ്ലി ബിഗർ ആയിട്ടുള്ള ക്യാൻവസിൽ കഥ പറയേണ്ട ഇതുകളാണ്. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി അത് കൃത്യമായിട്ട് അത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിലേക്കൊന്നും സഞ്ചരിക്കാൻ കഴിയില്ല. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്നത് പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രയധികം ഹേറ്റ് ക്യാമ്പയിൻ നേരിടുന്ന ഒരു സിനിമയാണോ ഇത്? സാധാരണ അത് എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം വിദ്വേഷം ഈ സിനിമയ്ക്കെതിരെ ഉണ്ടാവുന്നത്? അല്ല, എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയുന്നത് അതൊന്നും നമ്മൾ ഒരിക്കലും ഒരാൾ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വാചകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമാനും നിങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്തവരെന്നല്ലേ എന്നർത്ഥം. എന്തിനാണത്? എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരുടേതായ രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആസ്വദിക്കാനും ഉള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് ഇവിടെ സിനിമ കാണുന്നത്. അപ്പം നമ്മൾ ഇറ്റ്സ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമാനാവാൻ ആരും ശ്രദ്ധിക്കണ്ട. നമ്മളും പറയുന്നില്ല അത്. നമ്മൾ ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റോറി എന്ന് തന്നെയാണ് അതിനെപ്പറ്റി പറയുന്നത്. ഹേറ്റ് ക്യാമ്പയിൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ജനറൽ ട്രെൻഡ് നിലനിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. നമുക്കെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എല്ലാത്തരം പ്രേക്ഷകരെ പരിഗണിച്ചാലും ആ സിനിമയ്ക്കാണെങ്കിലും ഒരു ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായാലും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്താലും നല്ല സിനിമകൾ വിജയിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതായത് ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോകാനിരിക്കുന്ന ഒരു ഫാമിലി, അതിൻ്റെ അയലക്കത്ത് ഒരുത്തം വന്നു കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നിയായിട്ടാ ടിക്കറ്റ് എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും വേണ്ടാന്ന് വയ്ക്കും. അത് തന്നെയാണ് ഹേറ്റ് ക്യാമ്പയിൻ. അത് പക്ഷെ കുറച്ചുകൂടി ലാർജർ ഫോമിലാണ് നമ്മൾ കാണുന്നതെന്ന് മാത്രം. അപ്പം അങ്ങനെ പറഞ്ഞ് അവർ സിനിമ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ പോലും വേണ്ടാന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കുള്ളതുപോലെ വേറൊരാൾക്കും ഒരു സിനിമയെ വിലയിരുത്താനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം മലയാളി ഓഡിയൻസിനെ നമ്മൾ ഒരിക്കലും അവര് ഇത് കണ്ട് മനസ്സിലാക്കാൻ ബോധ്യപ്പെട്ട അതിനുള്ള വിവരമില്ലാത്ത ആൾക്കാരാണ് എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റൊരുത്തന്റെ വാക്ക് നമ്മൾ വിലക്കെടുത്തുകൊണ്ട് ഒരു സിനിമ കാണാതിരിക്കുന്നത്? അത്രേ ഉള്ളൂ. ഈ സിനിമയുടെ കണ്ടന്റ് അപ്പുറത്തേക്ക് മോഹൻലാലിന്റെ നടനെയും കൂടെ ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണം നടക്കുന്നതായിട്ട് ലിജോയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ പറയും, ഇതെല്ലാം ഒരു കോമൺ ആസ്പെക്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നുള്ളത് തന്നെ. അല്ലാതെ ഇത് നമ്മുടെ സിനിമ നമ്മൾ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഏറ്റവും 100% കൊടുത്ത് വർക്ക് ചെയ്തൊരു സിനിമ തന്നെയാണ്. ഞങ്ങൾ മറ്റൊരു കാര്യത്തെ പറ്റി ആലോചിക്കുന്നില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും ഓണസ്റ്റിയോടുകൂടി മുന്നോട്ട് വെച്ച പ്രോഡക്റ്റിനെ പറ്റി റോങ് ആയിട്ട് സംസാരിക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ട് ഇങ്ങനെ കാണണം എന്ന് പറയാനാണ് ഞാൻ മതി. ഇത് ഒരിക്കലും നമ്മൾ ദയവ് ചെയ്ത് നമ്മുടെ സിനിമ കാണണേ എന്നുള്ള അപേക്ഷയല്ല. ഇത് നമ്മൾ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇനിയുള്ള 28 ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു കുറഞ്ഞ ദിവസമാണ് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് തിയേറ്ററിൽ എന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു. അപ്പോൾ ആ തിയേറ്റർ അനുഭവം അതിൻ്റെ ഏറ്റവും നല്ല സൗണ്ടിൽ ഏറ്റവും നല്ല വിഷ്വലിൽ തന്നെ മലയാളി കാണണമെന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയുടെ സിനിമയാണത്. അത് തന്നെ. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ട്രെയിലറിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട് പടം കാണാനായിട്ട്. ആദ്യ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നെഗറ്റീവ് വന്ന് അത് കുറച്ച് താഴ്ന്നിട്ടുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ലിജോ എന്ന ഡയറക്ടറിനെ എല്ലാവരും ഉറ്റു നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്താണ് സിനിമയിൽ എന്നുള്ളത്? എന്താണ് വാലുവൻ എന്ന സിനിമയിൽ ഡയറക്ടർ മുന്നോട്ട് വെക്കുന്ന കോൺഫിഡൻസ്? ഈ ഡയറക്ടർക്കുള്ള കോൺഫിഡൻസ് ഇത് ഇപ്പോൾ
നമ്മൾ വളരെ കൃത്യമായിട്ട്, അതായത് ഈ ലാലേട്ടനെ നമ്മൾ കാണേണ്ടുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. അതായത് നമ്മൾ ഒരുപാട് കാലമായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, ലാലേട്ടൻ ചെയ്യുന്നതായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, വളരെ ഹീറോയിക് ആയിട്ടുള്ള ചില മൊമെന്റ്സ്, ലാലേട്ടനിലെ ഒരു ലവർ എന്ന് പറയാവുന്ന ഒരു ആംഗിള്, അയാളുടെ കളി പറയുന്ന ഒരു എല്ലാത്തിനെയും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഉള്ളൊരു പെർഫോമൻസ് പീസ്, ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ പുള്ളിയെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് ഉള്ളൊരു തോന്നലല്ല അതുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന നമ്മൾ എഴുതുമ്പം തന്നെ അത് അങ്ങനെ ബിലീവ് ചെയ്തുകൊണ്ട് എഴുതിയതാണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിൽ, രൂപത്തിൽ മോഹൻലാൽ എന്ന നടനെ പ്രസന്റ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ഭാഗമായത്. അപ്പോൾ അതിന് എല്ലാം ചേർന്ന് വന്നു. ഒടുവിൽ അത് തിയേറ്ററിലേക്ക് മുമ്പിൽ എനിക്ക് തോന്നുന്നു, അതായത് ഈ അതിയായി സന്തോഷിക്കുകയോ അതിയായി ദുഃഖിക്കുകയോ ഒരു സിനിമയുടെ സക്സസിൽ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു സിനിമ ഓഡിയൻസിനെ കാണിക്കാൻ ഭയങ്കരമായ കൊതി തോന്നിയ ഒരു സിനിമയാണ് എനിക്കിത്. അപ്പോൾ അതിന് വരുന്ന റെസ്പോൺസ് ഷോക്കിംഗ് ആയിട്ടുള്ള തരത്തിൽ എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. അതാണ് വാലിബിനെ കുറിച്ച് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഏതാണ് ഇല്ല, മനം മടുത്തു എന്നല്ല, ഇത് നാച്ചുറലി ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് മണി. അപ്പോ ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പ്രൊഡ്യൂസേഴ്സിനെ അത് ഇനി അത്തരത്തിലൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഇതിന്റെ റിസൾട്ട്. അപ്പൊ അത് പ്രോഡക്റ്റ് നന്നായിട്ടുണ്ടെന്ന് ഉള്ള പൂർണ്ണ വിശ്വാസത്തിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും അതിൽ ബിലീവ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും എല്ലാവരുടെയും മനസ്സിനെടുത്തു. കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ ഇതിന് പുറകിലേക്ക് അത് നമ്മൾ കൗണ്ട് ചെയ്ത് പറയല്ല, അതൊരിക്കലും പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരിക്കലും ഇത് തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസ് അതറിയേണ്ട കാര്യം പോലുമല്ല. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ എൻറ്റയർ ടീം നമുക്ക് അങ്ങനെ മനസ്സുമെടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് സംസാരിക്കേണ്ടി വരുന്നത്. ഡബിൾ ബാരലിന് ശേഷം ലിജി ചേട്ടൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്ന്. അതിനുശേഷമുള്ള ചിത്രങ്ങൾ ചെറിയ ബഡ്ജറ്റില് ചെറിയ ആർട്ടിസ്റ്റുകളെ പുതുമുഖങ്ങളൊക്കെ വെച്ച് വേൾഡ് ക്ലാസ് ഫിലിം ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു. ഇപ്പോഴും വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തിയോ മനസ്സ്? അല്ല, അങ്ങനെയല്ല. അതായത് നമ്മൾ ഒരു സിനിമ കഴിയുമ്പോൾ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നിൽ വരുന്ന പ്രൊജക്റ്റിൽ നിന്നൊന്നാണ് ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പം അതിൽ ഒരു സ്റ്റാർ വേണോ സ്റ്റാർ വേണ്ടയോ എന്നുള്ളതൊന്നും മിക്കപ്പോഴും മാറ്റർ ആവുന്നില്ല. ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്ത് വന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നില്ല അത് രൂപപ്പെടുന്ന സമയത്ത്. അത് പെട്ടെന്ന് ഇവോൾവ് ആയിട്ടൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാൻ എഴുതിയിരുന്ന ഒരു കഥയുടെ ഒരു പ്ലോട്ട് ലൈൻ നമുക്ക് ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് കൂടുതൽ വലുപ്പത്തിൽ പറയാവുന്ന ഒരു സ്പേസ് ഉണ്ടായി. മാത്രമല്ല എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചുകൂടി, അതായത് ഈ ഭയങ്കരമായിട്ടുള്ള റിയലിസ്റ്റിക്കിൽ നിന്ന് കുറച്ചൊന്ന് മാറി ഒരു പ്രോപ്പർ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാതെ, വേറെ ഒരു പൊളിറ്റിക്സും ആലോചിക്കാതെ, ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് വാച്ച് എ സിനിമ ഇൻ തിയേറ്റർ, അതിനുവേണ്ടി തന്നെയാണ് ഇത് രൂപപ്പെടുത്തിയത്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട്, അല്ലാതെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ വട്ടമെത്തിയത് അല്ല. ഓക്കെ, ഞാനുണ്ട്. അല്ല, ആദ്യം തന്നെ ഇത് കണ്ടെല്ലാവരും വിജയിപ്പിക്കണം, എന്നിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അത് ഉറപ്പായിട്ടും നമ്മൾ അതിനെപ്പറ്റിയുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയതാണ്. അത് ഒരു ഓൺഗോയിങ് പ്ലാനാണ്. പക്ഷെ ഇത് ഒരു സാഹചര്യത്തിൽ തന്നെയാണ്, ഇങ്ങനത്തെ ഒരു എന്ത് സാഹചര്യം ഒന്ന് കൺസിഡർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് കിടക്കാൻ സാധിക്കുള്ളൂ. ഇത്തരം സിനിമകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതിനോട് ചില സിനിമകൾ പ്രേക്ഷകർ ലാലേട്ടന്റെ ഒരു സിനിമയാണ് അല്ലെ, ലിജോയുടെ ഒരു സിനിമയാണ്, എങ്കിലും ഇതിനകത്ത് ഒരു ഫയൽമാനാണ് അല്ലെ, ഫയൽമാന്റെ ഇപ്പോൾ നടന്നു വരുന്ന സിനിമ ഒരു തോക്കും എടുത്ത് വെടിവെച്ച് നടന്നാലേ സിനിമ വിജയിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ വന്നു തുടങ്ങി. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ?
അല്ല അത് ഞാൻ ഇപ്പൊ നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ വേഗത, നമ്മുടെ ചിന്തയുടെ വേഗതയുടെ ഒരു ഇഷ്യൂ കൂടി ആയിരിക്കണം. നമ്മൾ ഈ സേ ഒരു 30 സെക്കൻഡ്സോ 1 മിനിറ്റോ കൂടുതൽ നമ്മുടെ ഫോക്കസ് നിൽക്കുന്നില്ല. നമ്മൾ റീൽസ് അടുത്തേക്ക് പോകണം. നമ്മൾ ആ അറ്റൻഷൻ സ്പാൻ ആവശ്യപ്പെടുന്ന സിനിമയല്ല വാലിബൻ. വാലിബൻ കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ ലോകം മനസ്സിലാക്കി അതിലേക്ക് കടന്ന് കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ 10, 20, 30 കട്ട്സ് ഒരു 5 സെക്കൻഡിലിട്ട് ഉള്ളൊരു തരത്തിലുള്ളൊരു വേഗത നമ്മുടെ സിനിമയ്ക്കില്ല. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ ഇരുന്നൊരു കഥ പറയുന്നതിൻ്റെ സുഖമുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് ഓഡിയൻസിന്. പടത്തിന്റെ മ്യൂസിക്കിനെ കുറിച്ചിട്ടും അതേപോലെ ഇപ്പോൾ വിഷ്വലുകളെ കുറിച്ച് ഭയങ്കര ഒരു രീതിയിൽ അതിനെ കുറിച്ചിട്ടൊന്ന് വിളിച്ചേണ്ടതെന്ന് അറിയണമെന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ വെച്ചാൽ ഈ പടത്തിന്റെ ക്ലാസ് ഇപ്പൊ ലാലേട്ടനുണ്ട്. ലാലേട്ടൻ നല്ലത് ബാക്കി എല്ലാവരും ഇപ്പൊ ഡാനിഷ് സേക്കിന്റെ പെർഫോമൻസ് അതേപോലെ എല്ലാവരും അനിയാണ്ട് ഈ ആക്ടേഴ്സിനൊക്കെ ഒരു ഫിറ്റ് ചെയ്ത ഒരു പ്രോസസ് ഉണ്ടാവും. എങ്ങനെയാണ് ഡാനിഷ് സേക്ക് നമുക്ക് വേറൊരു ഫോർമാറ്റിലാണ് അറിയാം. അപ്പൊ അതൊക്കെ പടത്തിന്റെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നി. ഇത് പറയണോ കാരണം ആൾക്കാർ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കണം. ഓക്കെ, ഇത് ഈ ഫിലിമിന്റെ കാസ്റ്റിംഗ് നമ്മൾ ഡിസൈഡ് ചെയ്തപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഇന്ത്യൻ സ്വഭാവം, അതായത് പലതരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള മുഖങ്ങൾ വേണമെന്ന് ഒരാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡാനിഷ് സേറ്റിന്റെ വീഡിയോസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. എനിക്ക് ആ ആക്ടറുടെ കാലിബറിൽ 100% വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാണ് അയാൾ അതിലേക്ക് വന്നത്. ഞാൻ ബിലീവ് ചെയ്യുന്നത് ഹി വിൽ ടേൺ ഔട്ട് ഇൻ ടു വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ കൺട്രി. അത്രയും കാലിബറുള്ളൊരു ആക്ടറാണ്. ബാക്കി അതിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സഞ്ജന തേനമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്നത് എന്തൊരു മനോഹരമായിട്ടാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് ടു കൺസിഡർ ഓൾ ദിസ്. പിന്നെ സൊനാലി വന്നിരിക്കുന്നു. സൊനാലി ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ കൺട്രി. അപ്പോൾ നമ്മൾ അതുപോലുള്ള ഏറ്റവും ഹാൻഡ് പിക്ഡ് എലമെന്റ്സ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മനോജ് ചിന്നപ്പയ്യനെ അവതരിപ്പിക്കുന്ന, അയ്യനാരായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ഹരീഷ് പേരടി ചേട്ടൻ എന്തൊരു മനോഹരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. സോ നമ്മൾ ഒരു ദിവസത്തെ അഭിപ്രായത്തിൽ മൊത്തം എല്ലാത്തിനെയും മുക്കിക്കളയരുത്. ഇതിന് പുറകിൽ പോയിരിക്കുന്ന ഇപ്പോൾ മേക്കപ്പ്, കോസ്റ്റ്യൂംസ്, ആർട്ട് വർക്ക് എത്ര മാസീവ് എഫേർട്ടാണെന്ന് വിചാരിക്കുന്നത്. ഓരോന്നും സൗണ്ടിനും മ്യൂസിക്കിനും നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം അത്രയും ഡീറ്റെയിൽ ഉള്ള വർക്കാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോയിരിക്കുന്നത്. മ്യൂസിക്കിനെ പറ്റി പ്രത്യേകം എടുത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, പ്രശാന്തിന്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള 2 പേര് കൂടി, ഒന്ന് ശ്രീറാഗും രാകേഷ്. പ്രശാന്ത് is here. Prashant is here. I mean, he just came for the film release. Yeah, so I'll try to speak as much as in Malayalam. Film and actually discussions were, was a very, very long process, almost a year and a half back. Film start and start to finish is 1 year, but actually film and the entire discussions for music and whatnot started almost 1.5 years back. The amount of detailing that Lijo has for the sound of the cinema, the music of the cinema, is what makes working with Lijo fun. Appa idle score and design, sound and design, the way it is treated, the way the space has been given for all these characters, for the setting, for the background elements. Even you have seen some shots where just moon is there on the screen for quite some time. And the reason for all that, where it didn't have music or where it has music, is that he is trying to set the tone of the film without, someone asked, spoon feeding indo. So the idea being that you have to enjoy the cinema as
a completely unbiased, fresh audience or a fresh mind. You have to watch it. Idinte sound design, music design. When I'm saying sound design, it's more about the music. So music also, we took almost around 8-9 months to arrive at what is the sound that will define this cinema. In fact, film mixing in almost 30 days മുന്നെയാണ് നമ്മൾ ഒരു സൗണ്ട് ഡിഫൈൻ ചെയ്തത് ഫിലിമിന്. ഇത് അത്രയും കാലം നമ്മൾ we were experimenting a lot of sounds. There's a lot of music recorded all over India. We also had some musicians from Bali, from Colorado. I was in Canada at this time. So a lot of refining has been done. About when you see people reacting to other people's negative opinion and just shunning away the film, it feels sad. And I think so, thanks to Lijo for putting this press meet for you all to just share his mind and tell why it's important to watch a cinema with open mind. Thank you. ലിജോ ചേട്ടാ, എല്ലാവരും പറയുന്നത്, ഇപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോഴും ഇപ്പം എനിക്ക് കണ്ടപ്പോഴും തോന്നി മേക്കിംഗ് അടിപൊളിയാണ്, ഇതിലെ കോസ്റ്റ്യൂംസ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഒരു ശക്തമായിട്ടുള്ളൊരു തിരക്കഥയുടെ ഒരു അഭാവം ഈ സിനിമയിലുണ്ടെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് പല വിമർശനങ്ങളും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇപ്പോൾ ലോങ് ഷോട്ടായാലും എന്താ പറയുക, വെറുതെ ഇങ്ങനെ ഒരു സ്ലോ ഫേസിൽ അങ്ങനെ പോയി. അപ്പോൾ അതിലെന്താണ് പറയുക, ഈ തിരക്കഥയെക്കുറിച്ചും സാർ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് ഇനി അടുത്ത സിനിമയിൽ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത്? ഇല്ല. അതായത് തിരക്കഥയുടെ രൂപം, ഇപ്പോൾ ഉള്ള രൂപം നമ്മൾ വളരെ കാലം ഇരുന്ന് രൂപപ്പെടുത്തിയത് തന്നെയാണ്. തിരക്കഥയുടെ രൂപം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സഞ്ചരിക്കുന്ന ഒരു ജിപ്സി സംഘം, ജിപ്സി യോദ്ധാവിൻ്റെ വഴിയിലേക്ക് നമ്മൾ കയറുകയാണ് ഓഡിയൻസ്. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് സ്റ്റാർട്ട്സ്. അതായത് അയാൾ ഒരുപാട് കാലമായിട്ട് ഒരു യോദ്ധാവായിട്ട് സഞ്ചരിച്ച് ഒരു അടിവാരത്തൂർ എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് നമ്മൾ അയാളെ കാണുന്നത്, ഓഡിയൻസ്. അവിടെ നിന്ന് അയാൾ പോകുന്ന ഓരോ ജേർണിയിലും ഓഡിയൻസ് കൂടെയുണ്ട്. അയാൾ കാണുന്ന ഓരോരുത്തരെയും നമ്മളപ്പോൾ പരിചയപ്പെടുന്നുണ്ട്. അതാണ് തിരക്കഥയുടെ രൂപം. പിന്നെ നമ്മൾ ഇതിനൊരു എപ്പിസോഡിക്കൽ നേച്ചർ ഉണ്ട് കഥ പറച്ചിലിന്. അപ്പം അത് നമ്മൾ കണ്ടു പരിചയിച്ച തിരക്കഥയുടെ രൂപമല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതാവണമെന്ന് എന്തുകൊണ്ട് വാശി പിടിക്കുന്നു? അതൊരു പുതിയ അപ്രോച്ച് ആയിക്കൂടെ? കഥ പറയാൻ നരേറ്റീവിന് ഏതെല്ലാം രൂപങ്ങൾ എടുക്കാം നമുക്ക്. എങ്ങനെയാണ് ഫ്ലാഷ് ബാക്സ് സിനിമയിൽ വന്നത്, എങ്ങനെയാണ് ഫ്ലാഷ് ഫോർവേഡ്സ് സിനിമയിൽ വന്നത്, എങ്ങനെയാണ് ജംപ് കട്ട്സ് സിനിമയിൽ വന്നത്, ഇതെല്ലാം ഓരോ കാലത്തായിട്ട് ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതികളാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ നരേറ്റീവിനെ ഞാൻ കാണുന്നത്. സിനിമയുടെ വേൾഡ് ബിൽഡിംഗ് ആദ്യത്തെ 20-25 മിനിറ്റിലെ വേൾഡ് ബിൽഡിങ്ങിന് ശേഷം ഇയാളോടൊപ്പം സഞ്ചരിക്കുന്ന ഓരോ സ്ഥലത്തും സിനിമ വലുതാവുന്നുണ്ട്, കഥാപാത്രങ്ങൾ വലുതാവുന്നുണ്ട്, പുതിയ ഇവൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കടന്ന് സിനിമയിലെ ഏറ്റവും വലിയ സീക്വൻസ് ആയിട്ടുള്ള മലൈക്കോട്ടൈ വോർ സീക്വൻസ് കഴിഞ്ഞ് നിൽക്കുന്ന യോദ്ധാവിന് ഇനി എൻ്റെ മുമ്പിൽ എന്താണെന്നുള്ള ക്വസ്റ്റ്യനിലാണ് നിൽക്കുന്ന അയാൾ. പക്ഷേ അതിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് മുന്നിൽ വന്ന് നിൽക്കുന്ന പർവ്വതം പോലെയുള്ള ഒരു മല്ലനെയല്ല ഇയാൾക്ക് ബീറ്റ് ചെയ്യാനുള്ളത്, അത് സ്വന്തം മനസ്സിനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ തിരക്കഥയുടെ രൂപം. ഇത് ഞാൻ എങ്ങനെ പറയണം, എവിടെ വെക്കണം എന്നുള്ളത് പൂർണ്ണമായും ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പം അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതിൽ കാണുന്ന ഒരാൾക്ക്. പക്ഷെ അതാണ് ശരിയെന്ന് അവർ വാദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. ശരിക്കും ലാലേട്ടന് ടാർഗറ്റുള്ള കമന്റുകളാണ്. അതാണ് ഇപ്പൊ ശ്രദ്ധിച്ചോണ്ടിരുന്നത്. അത് ലാലേട്ടൻ അയോധ്യയിലേക്ക് പോയില്ല, അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തും. ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് അല്ല, ഞാനിപ്പോ ഇത് കമന്റ് കണ്ടത് ജസ്റ്റ് ചോദിക്കണം. ഇപ്പോഴും വരുന്ന കമന്റ് ഇത് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയെ പരാജയപ്പെടുത്തുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരാൾ കമന്റ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അതിനെതിരെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് ശരിയല്ല എന്ന് തന്നെയാണ്. അതിൽ ലാലേട്ടനെ ടാർഗറ്റ് ചെയ്താലും എന്നെ ടാർഗറ്റ് ചെയ്താലും ഏതൊരു സിനിമയെ ടാർഗറ്റ് ചെയ്താലും അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതൊരു പർട്ടിക്കുലർ കാര്യത്തിന്റെ പേരിലാവരുത്. ഇത് നമ്മൾ ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു നടൻ അയാളുടെ 1.5 വർഷം എടുത്ത് ഫിസിക്കലിയും മെന്റലിയും എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിന്റെ റിസൾട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്.
അപ്പോൾ അത് ഇതുപോലൊരു സിനിമ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതിന് അത് കാണാതെ പോരുന്ന ആൾക്കാർ. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സില്ലി ആയിട്ടുള്ള കമൻസും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതിനകത്ത്. കണ്ടിറങ്ങുന്ന പലരും ഒപ്പീനിയൻസ് മീഡിയാസ് എടുക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പലരും പടം വർക്കാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, പ്രതീക്ഷകൾ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ചെല്ലുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ കാമായിട്ടിരുന്ന് ഒരു നോർമലായിട്ട് ഫാമിലി പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇത് സിനിമ ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു എനിക്ക് തോന്നുന്നത് മേക്കർ ചേട്ടനെ അല്ല, എനിക്കും അതേ അഭിപ്രായമുണ്ട്. അതായത് നമ്മൾ കുറച്ചുകൂടി സെറ്റിലായിട്ടിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ഇതൊരു ബഹളത്തിനിടയിൽ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു ഇതിൻ്റെ ഒരു സെറ്റിംഗ് വർണ്ണിക്കാനെടുക്കുന്ന സമയം അത് കുറച്ചുകൂടി ശ്രദ്ധയോടെ കണ്ടാൽ തന്നെയാണ് നമ്മൾ ആ ലോകത്തേക്ക് എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ അതിനുള്ള സമയം നിങ്ങളുടെ മനസ്സിന് കൊടുക്കാവുന്ന ഒരവസ്ഥയിൽ ആ സിനിമ ഇരുന്ന് കണ്ടാൽ കൂടുതൽ ആസ്വദിക്കുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം നമുക്ക് മൊത്തത്തിൽ എല്ലാവരും ഒച്ചുണ്ടാക്കാതിരിക്കാൻ പറയാൻ പറ്റില്ല. പക്ഷേ ഇറ്റ് വിൽ ബി മോർ എൻ്റർടൈനിങ്, ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ് വെൻ യു വാച്ച് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇതിനകത്ത് മിക്സിങ്ങും സൗണ്ട് ഡിസൈൻ ഭയങ്കര രസമായിട്ടാണ് തിയേറ്ററിൽ അനുഭവപ്പെട്ടത്. കാരണം ലാസ്റ്റ് വരുന്ന സോങ്ങിലൊക്കെ ആണെങ്കിലും നമ്മുടെ സറൗണ്ടിങ്ങിൽ കൂടെ നമുക്ക് പല രീതിയിലായിരിക്കാം. അതുപോലെ തന്നെ ഒരു കൗബോയ് ടച്ച് കൊടുത്തിട്ട് ഒരു ഇന്ത്യൻ ഫോക്ക് കലർത്തിയ പോലെയാണ് മ്യൂസിക് അനുഭവപ്പെട്ടത്. അത് ഇന്റൻഷനലി ആഡ് ചെയ്താണോ, എത്രമാത്രം അതിന് എഫേർട്ട് ഉണ്ടാവും? ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ഏതൊരു എലമെൻറ്റും, അത് സോങ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു സോങ്ങിന് പഴയ കാനൻ്റെ ചായ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഞങ്ങൾ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്. ഒരു പഴയ പാട്ട് കേൾക്കുന്ന സുഖം കിട്ടണം ആ പാട്ട് കേൾക്കുമ്പോൾ. ഇപ്പോൾ സൊനാലി ഡാൻസ് ചെയ്യുന്ന മൈൽ സോങ്, അത് ഒരു മറാഠി ലാവ്നി സ്റ്റൈൽ ഡാൻസിൻ്റെ സ്വഭാവം ഉണ്ടാക്കണം. കാരണം ഒരു വലിയ പ്രദേശത്ത് കൂടെ സഞ്ചരിക്കുന്ന സുഖം കിട്ടണം ഓഡിയൻസിന്. ആക്ടേഴ്സിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഇപ്പോൾ കഥയെ പോലൊരു ആക്ടറെ കൊണ്ടുവന്നിട്ടുള്ളത് ഒക്കെ നമ്മുടെ ഒരു എൻറ്റയർ ഇന്ത്യൻ ടെറൈനായിട്ട് തോന്നണം. ഇതിന് ഉറപ്പായിട്ടും ഇപ്പോൾ വെസ്റ്റിലെ സിനിമകളുടെ സ്വഭാവം, ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയുടെയും ഫോർ എ ഫ്യൂ ഡോളേഴ്സ് മോറിൻ്റെയൊക്കെ സ്വഭാവം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ തന്നെ പഴയ സിനിമകൾ, നമ്മുടെ അത്ഭുത സിനിമകളായിട്ടുള്ള ഷോലയുടെയും ഷാനിൻ്റെയും അത്തരത്തിലുള്ള വലിയ സിനിമകൾ നമ്മുടെ ഇവിടെ തന്നെ ന്യൂഡൽഹി ഉള്ള ലാർജർ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തരുന്ന സിനിമകളുടെ സ്വഭാവം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പാട്ടുകളിൽ അത്തരം സൗണ്ടുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മെഹബൂബ പോലൊരു സോങ്ങിൻ്റെ സൗണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കും ഷോലെ പോലൊരു സിനിമയെ, അതിനുവേണ്ടി വെച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഈ റാക്ക് പോലൊരു സോങ് ഭയങ്കര നമ്മൾ റെഗുലർലി കേൾക്കാത്ത തരത്തിലുള്ളൊരു ലിറിക്കൽ ക്വാളിറ്റിയും ഓർക്കസ്ട്രൽ ക്വാളിറ്റിയും ഉള്ള തരത്തിലുള്ളൊരു സോങ്ങാണത്. ലോഡ് ഓഫ് ടാപ്സ് ഇൻവോൾവ്ഡ്, ബോഡി ടാപ്പിംഗ്. അപ്പോൾ അതിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെയും കഥ എൻജോയ് ചെയ്യുന്നതോടൊപ്പം എൻജോയ് ചെയ്യാൻ തന്നെ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള എലമെൻറ്റുകൾ, സിമിലാരിറ്റി ഒരുപാട് സിനിമകളുമായിട്ട് നിങ്ങൾക്ക് തോന്നിക്കാനാണ് ഈ സിനിമ. കാരണം അതിൻ്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഒരു നമ്മൾ 70s-ലും 80s-ലും ഇരുന്ന് തിയേറ്ററിലിരുന്ന് കാണുന്ന വലിയ സിനിമയുടെ ശബ്ദവും അകലേന്ന് വരുന്ന കാളവണ്ടിയുടെ ശബ്ദവും ഒക്കെ ഫീൽ ചെയ്യിക്കുക എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ലിജോ ചേട്ടൻ്റെ തന്നെ പല സിനിമകളുടെ റെഫറൻസ് നമുക്ക് അതിനകത്ത് നടക്കും. ഇപ്പോൾ ആമിയനാണെങ്കിലും ഡബിൾ ബാരലാണെങ്കിലും ഫൈറ്റ് സീനിലൊക്കെ നമുക്കത് റെഫറൻസ് കണ്ട് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. അത് മേക്കർ എന്ന രീതിയിൽ ഇൻപുട്ട് അതുപോലെ വന്നതാണോ അതോ അതിനകത്തുനിന്നുള്ള എലമെന്റുകൾ അല്ല അതുപോലെ നമുക്ക് തോന്നിച്ചു സിനിമ ഫൈറ്റ് നാച്ചുറലി? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ 10 സിനിമ പ്രായമുള്ള ഒരു സംവിധായകനാണ്. അപ്പൊ എൻ്റെ 10 സിനിമയിലെയും എലമെന്റുകൾ എൻ്റെ 10ാമത്തെ സിനിമയിലെത്തുമ്പോൾ ഉണ്ടാവും. ഇനിയൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 10 സിനിമകളിൽ പിന്നെ അതിനകത്തേക്ക് എലമെന്റുകൾ വരും. അത് എൻ്റെ ഒരു ചിന്തയുടെ തുടർച്ചയാണ്. അപ്പൊ അത് അതിനകത്ത് തീർത്ത് ഇവിടെ വെച്ചേക്കാം എന്ന് വിചാരിക്കുന്നല്ലാതെ.
അല്ല, ഇത് നമ്മൾ മനസ്സിലാലോചിച്ചിട്ടുള്ളത് ഇത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമയാണ്. കുറച്ചുകൂടി നമുക്ക് റിലേറ്റബിലിറ്റി ഉണ്ട് ഗ്രൗണ്ട് ലെവലിൽ. അത് കുറച്ചുകൂടി അമാനുഷികതയുള്ള ഒരു സിനിമയായിട്ടാണ് അതിനെ കൺസീവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു കഥാപാത്രവും രീതിയുമാണ് അതിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കഥയുടെ തുടർച്ച നാച്ചുറലി അതിനൊത്ത വലുപ്പം, കാല് ചവിട്ടി പൊങ്ങുന്ന തരത്തിലുള്ള വലുപ്പം ആ സിനിമയ്ക്ക് ഉണ്ടാവും. വേറെ ചോദ്യങ്ങളില്ലെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും വലിയ ഒരു നന്ദി. ഒറ്റ കാര്യം ഞാൻ പറയണു, 28 ദിവസം തിയേറ്ററിൽ ആൾ വരണം. ഇത് ഞാൻ ഉറപ്പായിട്ടും ഞങ്ങളുടെ എൻറ്റയർ ടീം അത് ആഗ്രഹിക്കുന്നു. അത് വലിയ സ്ക്രീനിൽ തന്നെ നമ്മുടെ ഓഡിയൻസ് അത് കാണണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.